ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്ദ്രൻ തൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഒരു തുടക്കമാണ് കേട്ടോ കാണിക്കുന്നത്. അങ്ങനെ തൻ്റെ കുഞ്ഞിനെ കുറിച്ച് ഇങ്ങനെ ഓർത്തിരിക്കുമ്പോൾ സോനയുടെ കുഞ്ഞ് അലറിക്കരയുന്നു. അത് കേൾക്കുന്ന ഇന്ദ്രൻ പെട്ടെന്ന് എണീറ്റ് ചെന്ന് ആ കുഞ്ഞിനെ വാരിയെടുക്കാൻ കേട്ടോ. ഇതേ സമയം സോനയും പ്രതിഭയും ഓടി വരുന്നുണ്ട്. ഇന്ദ്രേട്ട മോൾ ഒരുപാട് കരഞ്ഞില്ലേ, ഞാൻ കേട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞിനെ മേടിക്കാൻ നോക്കുമ്പോൾ ഇന്ദ്രൻ പറയണേ, ഞാൻ നോക്കിക്കോളാം, നീ നിന്റെ പണി നോക്കിക്കോ, അടുക്കളയിലെ പണിയൊക്കെ നീ ചെയ്തോ എന്നിങ്ങനെ പറയണേട്ടോ. ക്ഷമോള് കരയില്ലേ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുമ്പോൾ ഉടൻ തന്നെ സോന പറയുന്നുണ്ട്, അത് കുഴപ്പമില്ല ഇന്ദ്രേട്ട ഇങ്ങ് തന്നേക്ക്. അപ്പൊ പ്രതിഭ പറയണേ, സോനയെ നീ കുഞ്ഞിനെ എടുത്തോ, ഞാൻ അടുക്കളയിലെ പണി ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് സോനയെ പറഞ്ഞു വിടുകയാണ് കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ ഇന്ദ്രൻ പറയണേ, അത് വേണ്ട, നിങ്ങൾ രണ്ടുപേരും കൂടി ചെയ്തേക്ക്, ഇവൾ കുറച്ച് നേരം എൻ്റെ അടുത്ത് ഇരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ക്ഷമമോളെ എന്തൊക്കെയുണ്ട് എന്ന്, മാമൻ്റെ മോൾക്ക് എന്താ വേണ്ടതെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചും കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും സുശീല ഈ കരച്ചിൽ കേട്ട് പുറത്തോട്ട് വരികയാണ്. അങ്ങനെ സുശീല എന്തൊരു ഇഷ്ടമാണ് എന്നുള്ള ഭാവത്തിൽ ചെറിയൊക്കെ വിളിച്ചും കൊണ്ടാണ് സുശീല വരുന്നത്. അപ്പോൾ ഈ സമയം സോന പറയണേ, അമ്മേ ഇന്ദ്രേട്ടൻ എൻ്റെ കുഞ്ഞിനെ വന്ന് വാരി എടുത്തിരിക്കുന്നത് ഇപ്പോൾ വെച്ചുമോനെ ഓർമ്മ വന്നിട്ടാന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ദ്രേട്ടൻ ഇങ്ങനെ വാരി എടുക്കുന്നത്, ഇതിനൊക്കെ കാരണക്കാരി അമ്മയാണെന്ന് പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്തു, അവൻ്റെ കുഞ്ഞിനെ വേണമെങ്കിൽ അവനെ എപ്പോൾ വേണമെങ്കിലും കൊണ്ടുവരാമല്ലോ, നമുക്ക് മാത്രമല്ല അച്ഛനും അവകാശം ഉണ്ടെന്ന് പറയുമ്പോൾ ഒരു തവണ കുഞ്ഞിനെ കൊണ്ടുവന്നിട്ട് എന്തൊക്കെ ഇവിടെ അനുഭവിച്ചത് നമുക്കറിയാമല്ലോ. അപ്പം അതൊന്നും ഞാൻ പറഞ്ഞു തരണ്ടായിരുന്നല്ലോ. പഴയ കഫക്കെട്ടിൻ്റെ മരുന്ന് എടുത്തിട്ട് ചുമയുടെ മരുന്നൊക്കെ എടുത്ത് ആ കുഞ്ഞിനെ കൊടുത്ത് എന്തൊക്കെ കാട്ടിക്കൂട്ടി. അതെ, ഒരു പ്രായം വരെ അവരവരുടെ അമ്മയുടെ കൂടെയാണ് നിൽക്കേണ്ടത്, അല്ലാതെ അച്ഛൻ നോക്കിയാലൊന്നും ശരിയാവില്ല. അവൻ്റെ കുഞ്ഞിനെ അവന് കാണണമെങ്കിൽ അവന് പോവാം, ഞാൻ ആരെയും വിലക്കിയിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് സുശീലങ്ങ് പോകുമ്പോൾ സോന എന്ത് പറഞ്ഞിട്ട് ഇവരോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ഇവര് എന്നോ അങ്ങനെ തന്നെ എന്ന ഭാവത്തെ നിൽക്കണിട്ടോ. പിന്നീടാണെങ്കിൽ ചീരുവിന് ഇങ്ങനെ മരുന്നും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചീരു പറയുന്നുണ്ട്, ഞാനിവിടെ ചീരുവിനോട് അനുഭവം പറയണേ, ഞാനിവിടെ നിൽക്കുന്നത് കൊണ്ട് ഇനിയിപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവുമോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആരും ഒന്നും പറഞ്ഞിട്ടില്ല, ഈ വീട്ടിൽ ആർക്കത് പ്രശ്നം ഉണ്ടാവില്ല എന്നൊക്കെ ഇങ്ങനെ പറയണു. ഉടൻ തന്നെ നിനക്ക് ലതികാൻ്റിയോട് ഇങ്ങനെ പറയായിരുന്നില്ലേ, അല്ലെങ്കിൽ ഞാനൊന്ന് പറയട്ടെ, പിന്നെ എൻ്റെ സ്വഭാവത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, വിനയൻ ഇങ്ങനെ കാണിച്ചത് കൊണ്ടാണ് നിനക്ക് ഈ അപകടം പറ്റിയെന്ന് ആ സൂചന ഒന്ന് കൊടുക്കട്ടെ, എന്തിനാ പാവം അമ്മയെ ഇങ്ങനെ ടെൻഷനാക്കുന്നത്. എന്തായാലും ഇപ്പോൾ അയാൾ ഒതുങ്ങിയിട്ടുണ്ട്, അയാൾ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, ഈ വീട്ടിൽ ആരോടും അയാളുടെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന ഒരു കാര്യവും പറയില്ല, അതുകൊണ്ട് നമ്മളായിട്ട് ആരെയും അറിയിക്കേണ്ട എന്നൊക്കെ ഇങ്ങനെ ചീരി പറയാണ്. ആ സമയം ലതിക മോളെ എന്നും വിളിച്ചും കൊണ്ട് പറഞ്ഞ് ലതിക അങ്ങോട്ടേക്ക് വരാനായിട്ട്. അത് കേട്ടോടെ ആ സംസാരം നിർത്തുകയാണ്. എന്നിട്ട് പറയണ, നീ അപ്പുറത്തെ റൂമിൽ പോയി കിടന്നോ, ഞാൻ ഇവളുടെ ഒപ്പം കിടന്നോളാം എന്ന് പറയണത്. അത് കേട്ടോടെ തന്നെ അനുഭവം പറയണേ, അതൊന്നും കുഴപ്പമില്ല, ഞാൻ ഇവളുടെ കൂടെ കിടന്നോളാം. അപ്പോൾ അത് കേട്ടോടെ തന്നെ വിനയൻ അങ്ങോട്ടേക്ക് വരികയാണ്. എന്താണ് അമ്മ ഇവരുടെ സംസാരത്തിൽ അമ്മ ഡിസ്റ്റർബ് ഉണ്ടാക്കാൻ, നമുക്ക് അപ്പുറത്തെ റൂമിൽ പോയി കിടന്നോട്ടെ, അനുവും ചീരു ഒരുമിച്ച് കിടന്നോട്ടെ, അവരുണ്ടാലും ഒപ്പം കിടക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് വിനയൻ വലിയ ആളെപ്പോലെ ഇങ്ങനെ സംസാരിക്കുകയാണ്. അത് കേട്ട ഉടൻ തന്നെ ഗർഭിണിയായ ഒരു പെണ്ണല്ലേ, അവൾ ഉറങ്ങിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് വിനയൻ തന്നെ അമ്മയെ പറഞ്ഞു വിടുകയാണ്. ഈ സമയമാണെങ്കിൽ ഇതൊക്കെ കണ്ട് ചീരുവിനോട് അനുഭവം പറയണേ, അവനെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല, അവനെന്താണ് അവന് ഉദ്ദേശിക്കുന്നതെന്ന് പിടികിട്ടുന്നില്ല, ഇനി ഒരു പക്ഷേ എല്ലാം അറിഞ്ഞ് അവന് കുറ്റബോധം കൊണ്ടായിരിക്കുമെന്നൊക്കെ എന്നെ ചോദിക്കുമ്പോൾ തന്നെ പറയണേ, അങ്ങനെ ആർക്കും മനസ്സിലാകില്ല, കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ അങ്ങനെ എന്തെന്ന് എല്ലാവർക്കും അറിയാൻ കഴിയുള്ളൂ, ഇപ്പം അങ്ങനെ ആർക്കും മനസ്സിലാവില്ല. അതുകൊണ്ട് ചേച്ചി ഇപ്പോൾ അയാൾ തന്നെ എല്ലാവർക്കിടയിൽ വലിയ ആളാവാൻ നോക്കി ശ്രദ്ധിക്ക് ചേച്ചി, ഇനി ഇവിടെ നിൽക്കണമെന്നില്ല, ചേച്ചി നാളെ തന്നെ പോയിക്കോളൂ എന്ന് പറയാനിട്ടാ. അങ്ങനെ അനുഭവർക്ക് ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്, പക്ഷെ എന്ത് ചെയ്യാനൊന്നും മിണ്ടാനാവുന്നില്ല. പിന്നീടാണെങ്കിലും ഇങ്ങനെ മാഷിനെയാണ് കാണിക്കുന്നത്. മാഷിങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ദാസ് പറഞ്ഞിരിക്കുകയാണ്. അത് കേൾക്കുന്ന മാഷ് തളർന്നിരിക്കുകയാണ്. എന്നാലും എന്നോട് രഘു ഈ കാര്യങ്ങളൊക്കെ പറയാനിങ്ങനെ എനിക്കെൻ്റെ മനസ്സിൽ നെഞ്ചിൽ തറച്ച വേദനയുണ്ടായിരുന്നില്ല, ഇതൊരുമാതിരി ആളെ ഒരു ഇതാക്കുന്നത് പോലെയുള്ള പറച്ചിലായിപ്പോയി, അതങ്ങനെയൊന്നും വിചാരിക്കണ്ട. അമ്പിളി പറയുമ്പോൾ ഒരു ഒന്നൊന്നര പറച്ചിലായിരിക്കും പറയുക. രഘുവിനാണെങ്കിലോ അണ്ണൻ്റെ മുഖത്ത് നോക്കി ഇതൊക്കെ പറയാൻ അവൻ്റെ അമ്മാവനോട് പറയാൻ അവന് ഇഷ്ടമല്ല, കുടുംബകാര്യത്തെ ഈ ചിലവും കാര്യങ്ങളും, അവൻ അങ്ങനെ ഒരാളാണല്ലോ. അതെനിക്കറിയാം. അമ്പിളി പറയുമ്പോൾ അണ്ണനത് കൂടുതലായി പോവുകയും ചെയ്യും, അതുകൊണ്ടാണ് അവൻ നല്ലത് എന്നെ കൈകാര്യം ചെയ്താൽ മതി, ഞാൻ അതൊരു കണക്കിന് ഏറ്റെടുക്കുകയും ചെയ്തത്, അത് നല്ല കാര്യം തന്നെയാണ്. അവർ പറയുമ്പോൾ അവരുടേതായ ഒരു കാര്യമുണ്ട്, രഘുവിന് എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കി കൊടുക്കണം, അവന് സ്വന്തമായി നിലനിൽക്കാൻ, മറ്റുള്ളവരെ പോലെ തന്നെ അവൻ്റെ ഭാര്യയെ നോക്കാനുള്ളൊരു വരുമാന മാർഗ്ഗം അണ്ണൻ അവന് ഉണ്ടാക്കി കൊടുക്കണം, അത് ഉണ്ടാക്കി കൊടുത്തേ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മാഷ് പറയും, എനിക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായി, എൻ്റെ 5 മക്കൾ ഞാൻ വിചാരിച്ചതുപോലെ വളരണം എന്നൊക്കെയാണ് ഞാൻ ആഗ്രഹിച്ചത്, പക്ഷെ അവരൊന്നും ഞാൻ വിചാരിക്കുന്നത് പോലെയല്ല വളരുന്നതെന്ന് എനിക്ക് മനസ്സിലായി, അവർക്കൊക്കെ അവരുടേതായ സ്വന്തം കാര്യം, എന്തായാലും ഞാൻ മരിക്കുന്നതിന് മുന്നേ സ്വത്തുക്കളെല്ലാം ഭാഗം വെക്കണം എന്നുള്ള ആ ഒരു സത്യം ഞാൻ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അത് ഞാൻ മനസ്സിലാക്കി, എന്തായാലും അത് ഞാൻ ചെയ്യുക തന്നെ ചെയ്യും, അതാണ് നല്ലത് തന്നെ അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്. പക്ഷേ അണ്ണൻ്റെ മക്കൾ അണ്ണൻ പ്രതീക്ഷിക്കുന്നത് പോലെ വഴിതെറ്റിയിട്ടൊന്നുമില്ല. അല്ല, രഘു ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിന് വേദനയുണ്ടായി. അപ്പോൾ ഉടൻ തന്നെ ദാസ് പറയാം, രഘുവിനെ കുറ്റം പറയാൻ പറ്റില്ല, രഘുവിന് സ്വന്തമായൊരു ബിസിനസ് വേണം, കാര്യം അമ്പിളി പറയുന്നതും കാര്യമാണ്, കുടുംബത്തിന് വേണ്ടി മാത്രമാണ് രഘു മരിക്കുന്നത്. പിന്നെ അനിയത്തിമാരൊക്കെ ഈ പറയുന്നത് പോലെ ഇങ്ങനെ ഒരു ചോദ്യം ചെയ്യലുണ്ടാവും, അത് ശരിയാണ്, അനിയത്തിമാർ രഘുവിൻ്റെയും അമ്പിളിയുടെയും നേർക്ക് വിരൽ ചൂണ്ടെന്ന് എനിക്കറിയാം, എനിക്ക് എല്ലാ മക്കളെയൊക്കെ കൂടുതൽ ഇഷ്ടം എനിക്ക് എൻ്റെ രഘുവിനെയും അമ്പിളിയും തന്നെയാണ്, പക്ഷെ അത് ഞാൻ പുറത്ത് കാണിച്ചിട്ടില്ലെന്ന് മാത്രം, എനിക്ക് അമ്പിളിയെ രഘുവിനെയും എൻ്റെ സ്ഥാനം കൊണ്ടുവരണം എന്നാണ് ഒക്കെ
എന്നൊക്കെയാണ് ഞാൻ ആഗ്രഹിച്ചത്. അതെന്തായാലും അവർ ചെയ്യും, അതൊക്കെ അവർ ചെയ്യും. പക്ഷേ അവർക്ക് ഈ പറയുന്നത് പോലെ അമ്പിളി പറയുന്ന പോലെ സ്വന്തമായ ഒരു വരുമാന മാർഗ്ഗം ഉണ്ടാവണം എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ 1 കോടി രൂപയാണ് അവിടെ നിന്ന് കിട്ടിയത് ലക്ഷ്മിയുടെ വീട്ടിൽ നിന്ന്. അതിൽ 50 അനുപമക്ക് കൊടുത്തു, വീട് വാങ്ങിച്ചു, 25 രഘുവിന് നമ്മുടെ ആവശ്യങ്ങൾക്ക് തന്നെ, അത് വീട്ടാവശ്യം എന്നാണ് ഞാൻ കണക്കാക്കിയിരിക്കുന്നത്. ഒരിക്കലും അവനൊരു കട ഉണ്ടായി എന്ന് ഞാൻ കണക്കാക്കിയിട്ടില്ല. അപ്പോൾ ആ 25 ലക്ഷം അങ്ങനെ പോയി. പിന്നീടുള്ള 25 ലക്ഷം രൂപ അത് എന്നെ എന്തായാലും രഘുവിന് വേണ്ടി ഇറക്കണം, അത് തന്നെയാണ് വേണ്ടത്. രഘുവിന് വേണ്ടിയിട്ട് തന്നെ അണ്ണൻ അത് ചെയ്യണം. രഘുവിന് ഒരു ബിസിനസ് മാർഗം ഉണ്ടാക്കി കൊടുക്കണമെന്ന് തീരുമാനം എടുക്കേണ്ടിയിട്ടാണ്. എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ ഇങ്ങനെ സുശീലയാണ് സത്യനെയാണ് കാണിക്കുന്നത്. സത്യൻ ചെന്ന് കാര്യങ്ങളൊക്കെ സത്യനോട് പറയാണ്. അപ്പോൾ ഉടനെ സത്യം പറയണേ, ഞാനിപ്പോൾ എന്ത് ചെയ്യാനാ, ഇതൊക്കെ അല്ല അനുവടുത്യമായി വല്ലാതെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇന്ദ്രേട്ടൻ എന്നിങ്ങനെ പ്രതിഭ പറയാണ്. അത് കേട്ട ഉടനെ ഇന്ദ്രേട്ടൻ തന്നെയല്ല ഇന്ദ്രേട്ടൻ്റെ ജീവിതം തകർന്ന് ഇനി ആ പാവത്തിനെ വീണ്ടും ഈ വീട്ടിലോട്ട് കൊണ്ടുവന്ന് വീണ്ടും അതിനായിട്ട് അനുഭവിപ്പിക്കാനാ, അതെന്തായാലും നടക്കില്ല, അതിനൊന്നും യാതൊരു വഴിയില്ല, ഇനി അനുവടുത്തി വരില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്തായാലും ഇന്ദ്രേട്ടൻ ശ്യാമമോളെ വല്ലാതെ സ്നേഹിക്കുന്നു, അതിനെ കുഞ്ഞിനെ കാണാൻ ആഗ്രഹമുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു. ഈ ഒരു വിചാരം ഇന്ദ്രേട്ടന് ആദ്യം ഉണ്ടായില്ലേ, ഇപ്പോഴാണ് ഇന്ദ്രേട്ടൻ എന്തൊക്കെ ചിന്തിച്ചത് എന്നൊക്കെ പറയുമ്പോൾ പിന്നെ അത് മാത്രമല്ല ആ കടയുടെ കാര്യത്തിനും ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടാവും ഇന്ദ്രേട്ടനെ എന്നൊക്കെ ഇങ്ങനെ സത്യനോട് പറയുമ്പോൾ തന്നെ പ്രതിഭയോട് പറയണത് ശരിയാണ്, എന്തായാലും അതൊക്കെ ഉണ്ട് മനസ്സിൽ, അത് എന്നാൽ അതിനെക്കുറിച്ച് അനുവൃത്തിയോടൊന്ന് സംസാരിച്ചുകൂടെ സത്യേട്ടാ എന്നൊക്കെ ഇങ്ങനെ പ്രതിഭ പറയണം, നോക്കണം എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. പിന്നീട് പറയണേ, എന്തായാലും അമ്മ ഒരാളെ വെറുത്ത് കഴിഞ്ഞാൽ പിന്നെ ആളെ ഒരിക്കലും അമ്മ സ്നേഹിക്കണം, അങ്ങനെ ഒരു ക്യാരക്ടറാണ്. ഞാനൊരു കാര്യം പറയട്ടെ, അതിൻ്റെ അമ്മയെ വെറുപ്പിക്കാതെ കഴിയുന്ന മുന്നോട്ട് പോയിക്കോളൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, നിങ്ങളുടെ അമ്മ അന്നേ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ അന്ന് നിങ്ങളുടെ അമ്മ തിരികെ വിളിക്കാൻ വന്നപ്പോൾ ഞാൻ നിങ്ങളുടെ അമ്മയുടെ കൂടെ വരാത്തത് അന്നേ മുതൽ നിങ്ങളുടെ അമ്മക്ക് എന്നെ കണ്ടുകൂടാ, ഇപ്പോൾ എന്നോട് എപ്പോഴും ദേഷ്യവും വാശിയും കോപമൊക്കെയാണ്, എപ്പോഴും വഴക്കിട്ടിട്ടാണ്. അത് കേട്ടുടനെ സത്യം പറയണം, എങ്കിൽ നീ നിന്റെ സ്വഭാവം മാറ്റി പിടിക്കേണ്ട സമയമായിരിക്കുന്നു. കാരണം നിന്റെ സ്വഭാവം മാറ്റിയില്ലെങ്കിൽ അനുവേടത്തിൻ്റെ അതേ അവസ്ഥ നിനക്കും വരും. നീ എത്ര പറഞ്ഞിട്ടും ഒന്നും പറഞ്ഞിട്ടും മിണ്ടില്ലെന്ന് കണ്ട പിന്നെ നിന്റെ നേർക്ക് കുതിര കയറാൻ വരും. അതില്ലാതിരിക്കണമെങ്കിൽ നീ ആദ്യം തന്നെ അങ്ങോട്ട് നല്ല കൊടുക്കണം എന്ന് പറയണ കാര്യം അമ്മയാണെങ്കിലും പറയേണ്ടത് തന്നെയുണ്ട്. ഇനി നമുക്ക് കിടക്കാമെന്ന് പറഞ്ഞ് അവർ കിടക്കുന്നു കേട്ടോ. പിന്നീട് ഷ്യാമിനോട് കാര്യങ്ങളൊക്കെ പറയണ സോന ഷ്യാമോളെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ഇന്ദ്രേട്ടൻ വന്ന് കൊഞ്ചിക്കുന്നൊക്കെ ഉണ്ട്, മോനെ ഓർമ്മ വന്നിട്ടാന്ന് തോന്നുന്നു. എത്രയായാലും മോൻ്റെ കാര്യത്തിൽ ഇന്ദ്രേട്ടന് സങ്കടമുണ്ട്, എന്താ ഇനിയിപ്പോൾ ചെയ്യാന്നൊക്കെ ചോദിക്കുമ്പോൾ എന്ത് ചെയ്യാൻ, നിൻ്റെ അമ്മയുടെ വാക്കുകൾ കേട്ട് ഇന്ദ്രേട്ടൻ അങ്ങനെ ഇരിക്കല്ലേ, എന്തായാലും അയാളുടെ തെറ്റാണെന്ന് തിരുത്തി അങ്ങ് പോയിക്കൂടെ, ആരും കെട്ടിയിട്ടിട്ടൊന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ അതാണ് ഈ ഷ്യാമേട്ട ഇന്ദ്രേട്ടൻ്റെ കുഴപ്പം, അമ്മയുടെ വാക്കുകൾക്ക് അപ്പുറം ഇന്ദ്രേട്ടൻ ഒന്നും ചെയ്യില്ല. എന്നാൽ അമ്മയാണെങ്കിലും ഇന്ദ്രേട്ടൻ്റെ വിഷമം മനസ്സിലാക്കി അമ്മയും ഒന്നും ചെയ്യില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും രഘു ഇപ്പോൾ ഈ ആവശ്യം ഉന്നയിച്ച് മുന്നോട്ട് വരുമ്പോൾ ഇനി ദയ അപ്പുറത്ത് വരാനിരിക്കുന്നുണ്ട്. അങ്ങനെ അനന്തമാഷാകെ പ്രതിസന്ധിയിലാവുകയാണ് കേട്ടോ. രണ്ടുപേരും 20 ലക്ഷം ചോദിച്ചു വരുമ്പോൾ ആർക്ക് എടുത്തു കൊടുക്കണം എന്നുള്ള അവസ്ഥയിലെത്തുമ്പോൾ അമ്പിളി പറയുന്നത് തന്നെയാവുക ഇനി സത്യമായി വരുന്നത് കേട്ടോ. അങ്ങനെ മാഷാകെ പ്രതിസന്ധിയിലാവുമ്പോഴാണ് ഇനി മഞ്ചാടിയുടെ പ്രശ്നം പൊന്തുന്നത് കേട്ടോ. അപ്പോൾ സുശീല പറഞ്ഞതുപോലെ തന്നെ 5 പെൺമക്കളെ വളർത്തുന്നതിൻ്റെ ബുദ്ധിമുട്ട് എന്തെന്ന് മാഷിന് മുന്നിൽ പല പ്രാവശ്യം സുശീല പറയുന്നുണ്ടല്ലോ. പെൺമക്കളെല്ലാം വേലിച്ചാടുന്നവരാണ് എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലോട്ട് മഞ്ചാടി ചെയ്യുമ്പോൾ ഇനി മഞ്ചാടി ശരിക്കും അനുഭവിക്കാനിരിക്കുന്നുണ്ട് കേട്ടോ. അതാണ് ദയക്ക് ചെറിയൊരു സൂചന കൊടുക്കുന്നത്. രജിസ്റ്റർ മാരേജ് ഒളിച്ചും പാത്തും ചെയ്തു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഉണ്ടാവുക എന്ന്. കാരണം ദയ ഇന്നലത്തെ എപ്പിസോഡിൽ പറഞ്ഞിരിക്കുന്നല്ലോ, ഞാൻ ഒരിക്കലും രജിസ്റ്റർ മാരേജ് ചെയ്തതല്ല, അറിയാതെ ആ പേപ്പറിൽ ഒപ്പിട്ട് പോയതാണ്, അത് ഇന്നും എനിക്ക് വിനയായി വന്നിരിക്കുന്നു എന്ന് ദയ പറഞ്ഞ ആ വാക്ക് കേട്ടോ. അതുപോലെ ഇനി മഞ്ചാടിക്കും മുന്നിലും ഇനി വരാനിരിക്കുന്നുണ്ട്